എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ ഇന്ന് എലിമിനേഷൻ ഉണ്ടായിരുന്നു. 4 പേരാന്ന് തോന്നുന്നു പോയത് ഇന്നും. പക്ഷെ ഇന്ന് കപ്പ് പറക്കി വെക്കുന്ന ഗെയിമായിരുന്നു. എന്നിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു സബ്ജക്റ്റ് കൊടുത്താൽ അതേക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. അതിലെല്ലാവരും സ്റ്റോറീസൊക്കെ നല്ലതായിരുന്നു. സോ കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അഭിരാമി എലിമിനേഷൻ ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു 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 റീസൺ പറയുന്നത് ബാക്ക് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഭിരാമിനെ ഇഞ്ചുറി ഉള്ളതും വേദന ഉള്ളതും കൊണ്ടൊക്കെ എന്നാണെന്ന് പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലതായിരുന്നു. കുഴപ്പമില്ലാത്ത എപ്പിസോഡായിരുന്നു. വലിയ ബഹളങ്ങളില്ലെന്നല്ല, അതിൽ ബഹളം ഉണ്ടായിരുന്നു. കുറച്ച് കപ്പുകൾ ഇങ്ങനെ കമത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കമത്തി വെക്കുക. ഒരു ടീം വന്നിട്ട് അത് നേരെയാക്കുക, ഒരു ടീം വന്നിട്ട് കമത്തി വെക്കുക. അങ്ങനെ അങ്ങോട്ട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ കുറച്ച് പേർക്കൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതിൽ നിന്ന് 3 പേർക്ക് പെൻഡം കിട്ടിയവർക്ക് സേഫായിരുന്നു. ബാക്കി 4 പേർക്ക് 3 പേർക്ക് പെൻഡം കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഞാൻ പല റിവ്യൂ വീഡിയോസിലും എല്ലാവരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ആർക്കും ഇവരെ ഒന്നും പേരുകൾ ഓർമ്മയില്ല. അതാണ് സത്യം. ഇപ്പം കുറേ ആയപ്പോൾ 24 പേരായിരുന്നു. ഇനിയിപ്പോൾ 20 പേര് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും 4 പേര് എലിമിനേഷൻ. അഭിരാമിൻ്റെ എലിമിനേഷനിൽ 2 പെൺകുട്ടികൾ, 2 ആൺപിള്ളേർ എലിമിനേഷനായിട്ടുണ്ട്. അതിലെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം, എന്നാലും പറ്റും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു. നല്ല എപ്പിസോഡായിരുന്നു. വലിയ അടികളും ബഹളങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം അഗ്നിപരീക്ഷയെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല സത്യം പറഞ്ഞാൽ. നമുക്കങ്ങനെ ബിഗ് ബോസിനകത്ത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ എടുത്ത് പറയാനായിട്ട് മാത്രം ഒന്നും അഗ്നിപരീക്ഷയിലില്ല. സത്യം പറയാനുള്ള സത്യസന്ധമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ അതിലൊന്നും പറയാനില്ല. സാധാരണ ജഡ്ജ് വരും, തുടങ്ങും, എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കും, അതിലൊരു 4 ടീമായിട്ട് തിരിക്കും, 4-ന് ഒരു ഗെയിം കൊടുക്കും, അതിൽ വേസ്റ്റ് കണ്ടസ്റ്റിനെ എടുക്കും, എന്നിട്ട് നല്ലവരെ എടുക്കും. ഇന്ന് പക്ഷേ ജഡ്ജസ് ആയിരുന്നു എല്ലായിടത്തും. ജഡ്ജസ് അതിൽ നിന്നും സേഫ് ആക്കേണ്ടവരെ സേഫ് ആക്കി, അല്ലാത്തവരെ ആക്കി. അങ്ങനെയാണ്. ഇനി വലിയ ഗെയിമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് എന്താ ഏതാന്ന് ഒരു ഐഡിയ ഇല്ല. അഗ്നിപരീക്ഷ ഞാൻ അതുകൊണ്ട് ഇന്നലെ പോലും എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതെനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടാനില്ല. പക്ഷേ എൻ്റെ വ്യൂസും എനിക്കില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളായിരുന്നു. കുറച്ച് ചെറിയൊരു വീഡിയോ ആണിത്. ഞാൻ 3 മിനിറ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല സത്യം പറയാനുള്ളത് ഞാൻ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അത് ഷോർട്സ് ഇടാനും വേണ്ടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.